കോട്ടയ്ക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. കോട്ടയ്ക്കലിനടുത്ത് ആമപ്പാറയിൽ 1700 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹം. 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്ഥലത്ത് നരസിംഹ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഋഷിമാർ ഇവിടെ തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ദേവൻ പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് ഇരിക്കുന്നത്. സർവ്വവിഘ്നങ്ങളും അകറ്റി ആമോദമേകുന്ന ഗണപതി ഭഗവാനും കലിയുഗവരദനായ അയ്യപ്പനും ശിവശക്തി സ്വരൂപമായ കിരാതമൂർത്തിയും മംഗളകാരിണിയമ്മ ജഗദംബിക ഭദ്രകാളി ഭാവത്തിലും ഉപദേവതാ സാന്നിധ്യമായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഹിരണ്യകശിപു നിഗ്രഹശേഷം ഉഗ്രതാപം ശമിച്ച് ലക്ഷ്മി സമേതനായി ഭക്തപ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള ശാന്തപ്രകൃതമായ ചൈതന്യമാണ് പ്രതിഷ്ഠ. കണ്ണുകളിലെ കോപാഗ്നി ശമിപ്പിക്കുവാനെന്നോണം ദേവന് അഭിമുഖമായി കുളം കാണാം. അതിനപ്പുറം വിശാലമായ നെൽപ്പാടങ്ങളും. ഭയം, ആകുല ചിന്തകൾ, ആഭിചാരദോഷങ്ങൾ എന്നിവ അകലാനും തേജോബലവീര്യങ്ങൾ കൈവരാനും നിത്യേനയുള്ള നരസിംഹക്ഷേത്ര ദർശനവും ഭജനവും അതിവിശിഷ്ടമാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാനകം. ചുക്ക്, ജീരകപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പാകം ചെയ്യുന്ന ലായനിയാണിത്. ദോഷപരിഹാരം, ശാരീരിക അവശത, കാര്യസാധ്യം തുടങ്ങിയവയ്ക്കെല്ലാം വേണ്ടി പാനകം നേദിക്കുന്നു. പാൽപായസം, ത്രിമധുരം, വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി എന്നിവ ഇഷ്ടവഴിപാടും തുളസി പ്രിയ പുഷ്പവുമാണ്. നിത്യപൂജകൾക്ക് പുറമെ ക്ഷേത്രത്തിൽ നവരാത്രി പൂജവെപ്പ് മഹോത്സവം, മണ്ഡലകാല മഹോത്സവം, അഷ്ടമി രോഹിണി, രാമായണ മാസാചരണം, ഗുരുവായൂർ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, കുചേല ദിനം, വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് സമൂഹ നാമജപ പ്രദക്ഷിണം എന്നിവയും മുറ പോലെ നടത്തുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നരസിംഹ ജയന്തി വിശേഷ തന്ത്രിപൂജയും ഭക്തി പ്രഭാഷണവും പ്രസാദ ഊട്ടും കലാപരിപാടികളുമായി വൻ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആഘോഷിക്കുന്നു. ഇതുകൂടാതെ നരസിംഹ ഹോമം, ലക്ഷ്മി നാരായണ പൂജ, ദമ്പതി പൂജ എന്നിവയും നടത്തുന്നു. അത്രമേൽ പ്രിയമുള്ള മനോഹരമായ ഒരിടം കോട്ടയ്ക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം.